Hello friends, welcome to another English learning video through English newspaper reading. പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ US-ഉം UK-യും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസാണ് ഇവിടെ വായിക്കുന്നത്. UK must choose between European Union and Trump, trade experts warn. UK മസ്റ്റ് ചൂസ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം തിരഞ്ഞെടുക്കണം ബിറ്റ്വീൻ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ട്രംപ്. ബിറ്റ്വീൻ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെയോ ട്രംപിനെയോ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ട്രേഡ് എക്സ്പേർട്സ് വാൺ. വ്യാപാര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. Pascal Lamy, former head of the WTO, says. WTO എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTOയുടെ മുൻ മേധാവി പാസ്കൽ ലാമി പറയുന്നു. എന്താണ് പറയുന്നത്? ബ്രിട്ടൻ വിൽ ഹാവ് ടു ടേക്ക് സൈഡ്സ്. ബ്രിട്ടൻ വിൽ ഹാവ് ടു ടേക്ക് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടന് പക്ഷം പിടിക്കേണ്ടി വരും. വിൽ ഹാവ് ടു ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടി വരും, പിടിക്കേണ്ടി വരും, നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ്. പക്ഷം നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് അർത്ഥം. ഇഫ് ന്യൂ US അഡ്മിനിസ്ട്രേഷൻ സ്ലാബ്സ്. സ്ലാബ്സ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ചുമത്തുക എന്നാണ്, ഈ നികുതി ചുമത്തുക എന്നൊക്കെ പറയുന്നത് പോലെ. ഹെഫ്റ്റി ടാരിഫ്സ് ഓൺ ഇമ്പോർട്ട്സ്. ഹെഫ്റ്റി ടാരിഫ്സ് ഓൺ ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഹെഫ്റ്റി എന്ന് പറഞ്ഞാൽ ഉയർന്ന, താരിഫ് എന്ന് പറഞ്ഞാൽ താരിഫ്, ടാക്സ്. ഹെഫ്റ്റി താരിഫ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ടാക്സ്. ഓൺ ഇമ്പോർട്ട്സ്. ഓൺ ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയിന്മേൽ. ആസ് ഫിയേഴ്സ് ഗ്രോ ഓവർ പോസിബിൾ ട്രേഡ് വാർ. വ്യാപാര യുദ്ധ സാധ്യതയിന്മേൽ ആശങ്കകൾ വർദ്ധിക്കുന്നതിനാൽ. ഇനി അടുത്ത പാരഗ്രാഫ്. The former head of the World Trade Organization has said. Former head എന്ന് പറഞ്ഞാൽ മുൻ മേധാവി എന്നാണ് അർത്ഥം. ലോക വ്യാപാര സംഘടനയുടെ മുൻ തലവൻ പറഞ്ഞു. ഹാസ് സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, പറയുകയുണ്ടായി എന്നൊക്കെയാണ് അർത്ഥം. ദാറ്റ് എന്താ പറഞ്ഞത്? ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. UK should side with the European Union. UK യൂറോപ്യൻ യൂണിയനൊപ്പം നിൽക്കണം. ഷുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ പക്ഷത്ത് നിൽക്കണം, അവരുടെ ഭാഗത്ത് നിൽക്കണം എന്നൊക്കെയാണ് അർത്ഥം. ഷുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യണം. വിത്ത് ദ യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ യൂണിയനോടൊപ്പം. ഓവർ ട്രേഡ് ആൻഡ് എക്കണോമിക് പോളിസീസ്. ഓവർ എന്ന് പറഞ്ഞാൽ അതിന്മേൽ, അതിൻ്റെ കാര്യത്തിൽ, ആ കാര്യത്തിൽ എന്നൊക്കെയാണ്. ഓവർ ട്രേഡ് ആൻഡ് എക്കണോമിക് പോളിസീസ്. വ്യാപാര സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ. റാദർ ദാൻ എ ഡൊണാൾഡ് ട്രംപ് ലെഡ് US. റാദർ ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ. ലെഡ് US എന്ന് പറഞ്ഞാൽ US-നെ നയിക്കുന്ന. ലെഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക, നയിക്കപ്പെടുക എന്നൊക്കെയാണ്. ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന US-നേക്കാൾ എന്നാണ് അർത്ഥം. US-നേക്കാൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്ത് UK നിൽക്കണമെന്നാണ് ഇവിടെ ചുരുക്കം. ആസ് ഫിയേഴ്സ് ഗ്രോ ഓവർ എ പോസിബിൾ ഗ്ലോബൽ ട്രേഡ് വാർ. ആഗോള വ്യാപാര യുദ്ധ സാധ്യതയിന്മേൽ ആശങ്ക വർദ്ധിക്കുന്നതിനാൽ. ഗ്ലോബൽ ട്രേഡ് വാർ എന്ന് പറഞ്ഞാൽ ആഗോള വ്യാപാര യുദ്ധം. പാസ്കൽ ലാമി, ഹു വാസ് ഹെഡ് ഓഫ് ദ WTO from 2005 to 2013 said. 2005 മുതൽ 2013 വരെ WTOയുടെ തലവനായിരുന്ന പാസ്കൽ ലാമി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ദ UK's interests lay in. ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. എന്താണ് വ്യക്തം? ദ UK's interests lay in staying close to the European Union on trade. UK's ഇൻട്രസ്റ്റ് ലേ എന്ന് പറഞ്ഞാൽ UKയുടെ താല്പര്യങ്ങൾ ഉള്ളത്. സ്റ്റേയിങ് ക്ലോസ് ടു ദ യൂറോപ്യൻ യൂണിയൻ.
യൂറോപ്യൻ യൂണിയനുമായി അടുത്തിടപഴകുന്നതിലാണ്. ഓൺ ട്രേഡ് വ്യാപാരത്തിൽ. വ്യാപാര കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് അടുത്തിടപഴകുന്നതിലാണ് യു കെക്ക് താല്പര്യം എന്നാണ് ഇവിടെ ചുരുക്കം. റാദർ ദാൻ അലൈയിങ് വിത്ത് ട്രംപ്. റാദർ ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അധികം. അലൈയിങ് വിത്ത് ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപുമായി സഖ്യത്തിലേർപ്പെടുക. റാദർ ദാൻ അലൈയിങ് വിത്ത് ട്രംപ്, ട്രംപുമായി സഖ്യത്തിലേർപ്പെടുന്നതിനേക്കാൾ അധികം. Not least because it does 3 times more trade with Europe than the US. Not least because എന്ന് പറഞ്ഞാൽ ഇത് കാരണം മാത്രമല്ല. ലീസ്റ്റ് പറഞ്ഞാൽ ഇത് മാത്രം. എന്ത് കാരണം? It does 3 times more trade. ഇത് 3 ഇരട്ടി വ്യാപാരം നടത്തുന്നു. വിത്ത് യൂറോപ്പ്, യൂറോപ്പുമായി. ദാൻ ദ US, US-നേക്കാൾ. US-നേക്കാൾ 3 ഇരട്ടി വ്യാപാരം യൂറോപ്പുമായി നടത്തുന്നു എന്ന കാരണം കൊണ്ട് മാത്രമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹിസ് കമൻസ് കെയിം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വന്നത്. ആഫ്റ്റർ എ കീ ട്രംപ് സപ്പോർട്ടർ സ്റ്റീഫൻ മോർ സെറ്റ് ഓൺ ഫ്രൈഡേ. കീ ട്രംപ് സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ പ്രധാന അനുയായി എന്നാണ് അർത്ഥം. കീ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് പ്രധാന എന്നാണ് അർത്ഥം. ട്രംപിൻ്റെ പ്രധാന അനുയായിയായ സ്റ്റീഫൻ മോർ വെള്ളിയാഴ്ച പറഞ്ഞതിന് ശേഷം. എന്ത് പറഞ്ഞതിന് ശേഷം എന്നാണ് ഇനി പറയുന്നത്. ദാറ്റ് ദ UK ഷുഡ് റിജക്റ്റ് ദ യൂറോപ്യൻ യൂണിയൻസ് സോഷ്യലിസ്റ്റ് മോഡൽ. UK ഷുഡ് റിജക്റ്റ് എന്ന് പറഞ്ഞാൽ UK നിരസിക്കണം. എന്ത് നിരസിക്കണം? ദ യൂറോപ്യൻ യൂണിയൻസ് സോഷ്യലിസ്റ്റ് മോഡൽ. യൂറോപ്യൻ യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് മോഡൽ നിരസിക്കണം. ഇഫ് ഇറ്റ് വാണ്ടഡ് ടു ഹാവ് എനി റിയലിസ്റ്റിക് ചാൻസ് ഓഫ് ഡൂയിങ് എ ഫ്രീ ട്രേഡ് ഡീൽ വിത്ത് ദ US അണ്ടർ ദ ട്രംപ്. ഇഫ് ഇറ്റ് വാണ്ടഡ്, ഇറ്റ് എന്നുള്ളത് UK എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് ഇറ്റ് വാണ്ടഡ്, UKക്ക് വേണമെങ്കിൽ, ടു ഹാവ് എനി റിയലിസ്റ്റിക് ചാൻസ്, യാഥാർത്ഥ്യമായ അവസരം ലഭിക്കണമെങ്കിൽ. എന്തിനുള്ള അവസരം എന്നാണ് ഇനി പറയുന്നത്. ഓഫ് ട്രേഡിംഗ് എ ഫ്രീ ട്രേഡ് വിത്ത് ദ US അണ്ടർ ദ ട്രംപ്. അണ്ടർ ട്രംപ്, ട്രംപിന് കീഴിൽ US-മായി സ്വതന്ത്ര വ്യാപാര ഇടപാട് നടത്താൻ. ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ നടത്താൻ. എ ഫ്രീ ട്രേഡ് ഡീൽ, സ്വതന്ത്ര വ്യാപാര ഇടപാട്. വിത്ത് ദ US എന്ന് പറഞ്ഞാൽ US-മായി. അണ്ടർ ട്രംപ്, ട്രംപിന് കീഴിൽ. US-മായിട്ട് വ്യാപാര ഇടപാട് നടത്തണമെങ്കിൽ UK യൂറോപ്യൻ യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് മോഡൽ UK നിരസിക്കണം എന്നാണ് പറയുന്നത്. അവോയ്ഡ് ദ 20% ടാരിഫ്സ് ഓൺ എക്സ്പോർട്ട്സ് ദാറ്റ് ദ പ്രസിഡന്റ് ഇലക്ട് ഹാസ് പ്രോമിസ്ഡ്. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അവോയ്ഡ് ദ 20% ടാരിഫ്സ്, 20% താരിഫ് ഒഴിവാക്കുക. എക്സ്പോർട്ട്, കയറ്റുമതിയിൽ. ദാറ്റ് ദ പ്രസിഡന്റ് ഇലക്ട് ഹാസ് പ്രോമിസ്ഡ്. പ്രസിഡന്റ് ഇലക്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. ഹാസ് പ്രോമിസ്ഡ്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ എ പ്ലഷർ ബീയിങ് വിത്ത് യു ആസ് ഓൾവേസ് ടുഡേ. ഡു ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു soon with a new video. Thank you so much for watching the video. All the very best. Thank you.